അങ്ങനെ മലേഷ്യയിൽ ഞങ്ങൾ അവസാന ദിവസം ഇത്ര ദിവസമായിട്ട് ഇവിടുത്തെ പൂളൊന്നും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ശരി, ഇന്ന് പൂൾ എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പൂളിലോട്ട് കടന്നു. പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ പ്രോപ്പർ ഡ്രസ് കോഡും ഒക്കെ വേണം കേട്ടോ. അല്ലാണ്ട് നമുക്ക് എന്ത് ഇട്ടും ഇറങ്ങാമെന്നുള്ളൊരു ഇതൊന്നും പറ്റില്ല. ഒക്കെ പ്രോപ്പർലി അവിടെ വാച്ചിങ് ആയിരുന്നു. ഞങ്ങൾ ഹോട്ടലിൻ്റെ 6ാമത്തെ ഫ്ലോറിലായിരുന്നു ഈ പൂള് വരുന്നുണ്ടായിരുന്നത്. കൈൻഡ് ഓഫ് ഇൻഫിനിറ്റി പൂൾ തന്നെയായിരുന്നു കേട്ടോ ഇതും. പൂളിൽ ഇറങ്ങണേക്കാട്ട് മുന്നേ നമ്മളൊന്ന് ഷവർ എടുക്കണം. എന്നിട്ട് ഞങ്ങൾ പൂളിൽ ഇറങ്ങി ഞങ്ങളൊന്ന് പൂളിൽ അത്യാവശ്യം നീന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലെത്തി. ഒരു കിറ്റ് കാറ്റ് കഴിച്ചു. വെറൈറ്റി കുറേ ടൈപ്സ് ഓഫ് കിറ്റ് കാറ്റ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഇതാ മലേഷ്യയോട് ഞങ്ങൾ റൂമിനോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. എല്ലാം ഫുൾ പാക്ഡ് ആയിരുന്നു. നമുക്കിപ്പോൾ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ചെക്ക് ഔട്ട് ടൈം ആയിരുന്നു കേട്ടോ. മലേഷ്യയിലെ എല്ലാ ഹോട്ടലിലും ഓൾമോസ്റ്റ് ചെക്ക് ഇൻ ടൈം വരുന്നത് 3 മണിക്കാണ്, വൈകുന്നേരം 3 മണിക്കും. ചെക്ക് ഔട്ട് ടൈം വരുന്നത് 12 മണിക്കായിരുന്നു. അപ്പോൾ നമ്മളും എല്ലാം പാക്ക് ചെയ്തു, എല്ലാം സെറ്റായി വെച്ചിരുന്നു ഇന്നലെ തന്നെ രാത്രി. പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് പോണതിൻ്റെ വിഷമമായിരുന്നു എല്ലാവർക്കും. കാരണം വെച്ചാൽ വരുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ നമുക്ക് തിരിച്ചു പോകാൻ. അപ്പോൾ ആ ഒരു വിഷമം, ആ ഒരു ഇതൊക്കെ ആയിരുന്നു എല്ലാവർക്കും. പിന്നെ എന്തായാലും തിരിച്ചു പോയല്ലേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ചെക്ക് ഇൻ ടൈമിൽ ഞങ്ങൾ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ തന്നെ ഞങ്ങൾ ചെക്ക് ഔട്ട് ടൈമിലും ചെയ്തു. അവിടെ ലോക്കറിൽ നമ്മൾ കീയും അതേപോലെ അതിൻ്റെ നമ്മൾ ആക്സസ് കാർഡ് എല്ലാം വെച്ച് അവർക്ക് നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി. കാരണം വെച്ചാൽ നമ്മളിതിൻ്റെ ഓണറെ ഇതുവരെയും കണ്ടിട്ടില്ല. എല്ലാം ഓൺലൈൻ വഴിയായിരുന്നു. അതും ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള ഡീലിംഗും ആയിരുന്നു. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു റൂമിൻ്റെ കാര്യത്തിൽ. അങ്ങനെ എല്ലാം അതിൽ മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ചെയ്ത് അവർക്ക് മെസ്സേജ് അയച്ചു. ഈ ലോക്കും ചെയ്തു. അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ പ്രൊസീജിയർ. വേറെ പ്രത്യേകിച്ച് ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു പോകണം. അപ്പോൾ അതേ ഹോട്ടലിനോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞു. ഒരു വിഷമമുണ്ട്. കാരണം വെച്ചാൽ നല്ലൊരു റൂമും നല്ലൊരു ഏരിയയിലായിരുന്നു നമുക്ക് എടുത്ത റൂം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എല്ലാവർക്കും റെഫർ ചെയ്യുന്ന ഒരു റൂമും കൂടിയാണ്. നമ്മൾ നേരെ ക്യാബ് എടുത്തു. ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ക്യാബ് എടുത്ത് നേരെ നമ്മൾ KL സെൻറ്ററിലെത്തി. ഇവിടുന്ന് ആദ്യം ഞങ്ങൾ നോക്കിയത് എയർപോർട്ടിലേക്കുള്ള ബസ്സിൻ്റെ ടൈമിങ്സിലായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ ഫ്ലൈറ്റിൻ്റെ ടൈമിനനുസരിച്ച് നമ്മൾ നോക്കി അത് വെച്ചു. പിന്നെ നേരെ ഉള്ളിൽ കയറി ഞങ്ങൾ ഭയങ്കര വിശപ്പുണ്ടായിരുന്നില്ല, അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റേ ന്യൂ സെൻട്രൽ മോളിൽ കയറി നമ്മൾ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് തിരിച്ചു വരുന്ന വഴി അവിടെ ഞാൻ പറഞ്ഞില്ല ഡോണറ്റ്സ്, ഇതിൻ്റെ മുന്നേ പറഞ്ഞ പോലെ ഡോണറ്റ്സ്, ആ ഡോണറ്റ്സ് നമ്മൾ കഴിച്ചു. നല്ല അടിപൊളി ഡോണറ്റ്സ് ആയിരുന്നു. ഈ ന്യൂ സെൻട്രൽ മോളിലോട്ട് നമ്മൾ കയറി ചെല്ലുന്ന വഴി തന്നെയാണ് ഈ ഡോണറ്റിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞു. ബിഗ് ആപ്പിൾ എന്നാണ് എൻ്റെ ഷോപ്പിൻ്റെ പേര്. അങ്ങനെ ഡോണറ്റും കഴിച്ചു. നല്ല അടിപൊളി, മനസ്സ് നിറഞ്ഞു. അങ്ങനെ ഹാപ്പിയായി ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ന്യൂ സെൻട്രൽ മോളിൽ നിന്ന് ഇറങ്ങി അവിടെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ പോയി അവിടെയാണെന്ന് നമുക്ക് എയർപോർട്ടിലേക്കുള്ള ബസ് കിട്ടാം. അപ്പോൾ നമുക്ക് 5 മണിയുടെ ബസ്സിനുള്ള ടിക്കറ്റാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ പോണത്. കാരണം വെച്ചാൽ 5 മണിക്ക് പോയി കഴിഞ്ഞ് നമ്മളൊരു ഓൾമോസ്റ്റ് 6 മണിയാകുമ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലെത്തും. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് വരുന്നത് 10:30 രാത്രി. അപ്പോൾ ജസ്റ്റ് ഒരു 3 hours ബിഫോർ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബസ് വന്നു. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വന്ന അതേ ടൈപ്പ് ഓഫ് ബസ്സുകളാണ്, നല്ല കംഫർട്ട് ബസ്സുകളാണ്. അങ്ങനെ നമ്മൾ കയറി. അങ്ങനെ വീണ്ടും മലേഷ്യയോട് യാത്ര പറഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 40-45 മിനിറ്റ്സ് ഉണ്ട് എയർപോർട്ടിലേക്ക് പോകാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡും ഈ ബസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു 40 മിനിറ്റ്സ് ഞങ്ങൾ എയർപോർട്ടിലെത്തി ഞങ്ങൾ ലഗേജൊക്കെ ഇനി ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ എക്കണോമിക് ഫ്ലൈറ്റിലാണോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഹാൻഡ് ബാഗേജ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് ലഗേജ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എയർ ഏഷ്യയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ലഗേജ് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. വെറും 3500 എന്തോ ഒരു 20 kg വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളത് ആഡ് ഓൺ ചെയ്തിരുന്നു. പിന്നെ എയർപോർട്ടിൽ എല്ലാം സെൽഫ് ചെക്ക് ഇൻ ആയിരുന്നു. നമ്മൾ ബോർഡിംഗ് പാസ് അത് അടിച്ചു കൊടുത്ത് നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്താൽ നമുക്ക് എന്താ പറയുക ബോർഡിംഗ് പാസ് കിട്ടും. പിന്നെ നമ്മൾ ടാഗ് കിട്ടും. പിന്നെ ഈ ലഗേജ് ആയാലും സെൽഫ് ചെക്ക് ഇൻ ആയിരുന്നു. നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലഗേജ് നമുക്ക് ചെക്ക് ഇൻ ഇടാൻ പറ്റും. പിന്നെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരാനും ചോദിച്ചാൽ മതി. ഭയങ്കര കൺവീനിയൻറ്റ് മെത്തേഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ലഗേജ് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ബാഗ് അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. നമ്മൾ സാധനങ്ങൾ അവിടുത്തെ പർച്ചേസ് ചെയ്തൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലഗേജ് കയറ്റി വിട്ടു. ഇനി നമ്മൾ ചെക്ക് ഇനിലോട്ട് പോയി, എമിഗ്രേഷനിലോട്ടൊക്കെ പോയി. അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഇതേപോലെ തന്നെ തിരിച്ച് പോകാനുള്ളൊരു മടി മാത്രമേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ.
ഇനി നമുക്കെന്താ വെച്ചാൽ എയർപോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എയർപോർട്ട് പറഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നമുക്ക് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എല്ലാം നടന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ്. അപ്പോഴേക്കും നമ്മുടെ ടൈമായിരുന്നു 10:30 നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പോൾ ബോർഡിങ് ഓൾറെഡി ഒരു 10 മണിയാകുമ്പോഴേക്കും ബോർഡിങ് കഴിഞ്ഞു. വീണ്ടും നമ്മളെ മുഖത്ത് ആ വിഷമം വിസിബിൾ ആയിരുന്നു തിരിച്ചു പോകണേൻ്റെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ബോർഡിങ് ചെയ്തു. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകണം. അങ്ങനെ മലേഷ്യയോടൊക്കെ യാത്ര പറഞ്ഞു. ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു. അത് ഭയങ്കര ലോ കോസ്റ്റായിട്ട് ഞങ്ങൾക്ക് പോയി വരാനും പറ്റി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. അങ്ങനെ ഇനി അടുത്ത യാത്ര കാണാം. ബൈ.